Hello guys, ഞങ്ങളുടെ വീഡിയോസിലെ കമന്റ്സിൽ വീണ്ടും നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. എങ്ങനെ എമർജൻസി ഫണ്ട് ഉണ്ടാക്കാം? ശരിക്കും എമർജൻസി ഫണ്ട് ഉണ്ടാക്കാൻ എത്ര പണം വേണ്ടിവരും? എമർജൻസി ഫണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഇന്ന് ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാം. അവസാനം ഒരു സ്പ്രെഡ്ഷീറ്റിലൂടെ നിങ്ങൾക്ക് എങ്ങനെ സ്വയം എമർജൻസി ഫണ്ട് ഉണ്ടാക്കാമെന്നും പറയാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്താണ് എമർജൻസി ഫണ്ട്? നമുക്ക് ബേസിക്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിളായി പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പണമില്ലാതെ വരില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ആവശ്യം വന്ന എന്ന രീതിയിലുള്ള ഒരു ഫണ്ടാണിത്. ഉദാഹരണത്തിന് കോവിഡ് സമയത്തും ഇപ്പോഴും കമ്പനികൾ എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ലോൺ എടുക്കാതെയും ഇൻവെസ്റ്റ്മെന്റ്സ് തൊടാതെയും വീട്ടിലെ എക്സ്പെൻസ് നടത്തിക്കൊണ്ട് പോകാൻ എമർജൻസി ഫണ്ട് ഉപയോഗപ്പെടും. ഈ പറയുന്ന സാഹചര്യങ്ങളിൽ എമർജൻസി ഫണ്ട് ഉപയോഗിക്കാം. ജോലി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ബിസിനസ്സിലെ അനാവശ്യമായ നഷ്ടങ്ങൾ, അപ്രതീക്ഷിത മെഡിക്കൽ എക്സ്പെൻസ്, അത്യാവശ്യമായി പണം വേണ്ടി വരുന്ന മറ്റ് സാഹചര്യങ്ങൾ. എന്താണ് എമർജൻസി ഫണ്ടിന്റെ പ്രാധാന്യം? ഞാൻ നന്നായി സമ്പാദിക്കുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്താണ് ഈ പ്രത്യേക എമർജൻസി ഫണ്ടിന്റെ ആവശ്യം എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങൾ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം സേവ് ചെയ്യുന്നു എന്നത് ശരി തന്നെയായിരിക്കും. പക്ഷേ എമർജൻസി ഫണ്ട്സ് സേവിങ്സിലും സെപ്പറേറ്റ് ആക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ എമർജൻസി ഫണ്ട് മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മൾ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്കും അത് ഉപയോഗിച്ച് പോകും. പിന്നെ സെപ്പറേറ്റ് എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ അത് തരുന്ന ഫിനാൻഷ്യൽ സെക്യൂരിറ്റി മനസ്സമാധാനം കൊണ്ട് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ കോൺഫിഡൻ്റ് നമുക്ക് നേരിടാൻ കഴിയും. അതുകൊണ്ടാണ് എമർജൻസി ഫണ്ട് പേഴ്സണൽ ഫിനാൻസിന്റെ അടിസ്ഥാന ഘടകമാകുന്നത്. അത്യാവശ്യ സാഹചര്യങ്ങളിൽ ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് തീർച്ചയായും സഹായിക്കും. പക്ഷേ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഇൻഷുറൻസ് പെനിട്രേഷൻ വെറും 4.2% മാത്രമാണ്. ഇൻഷുറൻസ് നിങ്ങളുടെ ചിലവുകളെല്ലാം കവർ ചെയ്യണമെന്നില്ല. അങ്ങനെ ചെയ്താൽ തന്നെ ആളുകൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്നും ആദ്യം പണം ചിലവാക്കി പിന്നെ ആ തുക ക്ലെയിം ചെയ്യാനേ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് സമയത്ത് ഉപയോഗിക്കാവുന്നൊരു എമർജൻസി ഫണ്ട് വേണം. എമർജൻസി ഫണ്ട് എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായി. അടുത്തതായി നിങ്ങളുടെ എമർജൻസി ഫണ്ടിൽ എത്ര പണം വേണമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എമർജൻസി ഫണ്ടിൽ എത്ര പണം വേണം? എമർജൻസി ഫണ്ടിൽ എത്ര പണം വേണം എന്നതിന് ഫിനാൻസ് എക്സ്പേർട്സ് ഒരു കണക്കുണ്ടാക്കിയിട്ടുണ്ട്. ഈ കണക്ക് പ്രകാരം നിങ്ങളുടെ 6 മാസത്തെ ബിസിനസ് എക്സ്പെൻസ് നടത്താൻ വേണ്ടതായിരിക്കണം എമർജൻസി ഫണ്ട്. പക്ഷേ വേഴ്സ്റ്റ് കേസ് മനസ്സിൽ കണ്ട് 12 മാസത്തെ ചിലവുകൾക്ക് വേണ്ട എമർജൻസി ഫണ്ട് നിങ്ങൾ ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറയുക. ഈ ചിലവുകളിൽ വെക്കേഷൻ, ഔട്ടിംഗ്, നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുക തുടങ്ങിയൊന്നും ഉൾപ്പെടുത്തേണ്ടതില്ല. അല്ലെങ്കിൽ ഈ ചിലവുകൾ കൊണ്ട് എമർജൻസി ഫണ്ട് വലുതാകും. മാത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ പ്രശ്നമുള്ള സമയത്ത് ലാവിഷ് ആയിട്ടും സ്പെൻഡ് ചെയ്യത്തില്ല അല്ലേ? ഞാൻ 6 മുതൽ 12 മാസം വരെയുള്ള ചിലവുകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു അപകടാവസ്ഥയിൽ നിന്ന് കരകയറാൻ എത്ര സമയം എടുക്കും നമുക്ക് പറയാൻ കഴിയില്ല. ജോലി പോയ പുതിയത് എപ്പോൾ കിട്ടുമെന്ന് പറയാനും പറ്റില്ല. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കും കുടുംബത്തിനും ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടാകാനും പാടില്ല. ഉദാഹരണത്തിന് നിങ്ങൾ 20,000 ഒരു മാസം ആവറേജായി സ്പെൻഡ് ചെയ്യുന്നതിരിക്കട്ടെ. സേഫ് സൈഡ് നിൽക്കാൻ നിങ്ങൾക്ക് 1,20,000 വേണം. എപ്പോഴും 2,40,000 വരെ എമർജൻസി ഫണ്ടായി വെക്കണം. നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയാ പ്രോസസ്സ് തുടങ്ങണമെന്ന് നമുക്ക് ഒരു കേസ് സ്റ്റഡിയിലൂടെ നോക്കാം. ഈ ഗൂഗിൾ ഷീറ്റ് നോക്കൂ. അനു ബാംഗ്ലൂരിൽ 1 വർഷമായി ഒരു സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്യുന്നു. അനുവിൻ്റെ മാസ വരുമാനം 50,000 ആണ്. അനുവിന് 12,000 മാസം തോറും PG റെന്റ് കൊടുക്കണം. അനു ഇപ്പോൾ കുറച്ച് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് 5 ലക്ഷം എടുത്ത സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ ലോണിന് 8,000 മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കണം. ഇതുകൂടാതെ മാസം തോറും 2,000 ആവശ്യങ്ങൾക്കും 3,000 ഗ്രോസറിക്കും 3,000 ഫ്രണ്ട്സിനോട് പുറത്തു പോകാനും ചിലവാക്കുന്നുണ്ട്. അനു യൂട്യൂബിൽ ഗ്രോ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെയും ഇൻഷുറൻസിൻ്റെയും പ്രാധാന്യം അറിയാം. അതുകൊണ്ട് 2,000 ഇൻഷുറൻസ് പ്രീമിയവും 5,000 മ്യൂച്വൽ ഫണ്ട് SIPയിലും മാസം തോറും അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അനുവിന് മാസം തോറുമുള്ള ചിലവ് എത്രയാണ്? 35,000. ഞാൻ പറഞ്ഞത് ഓർക്കൂ, എമർജൻസി ഫണ്ടിൽ നമ്മൾ അത്യാവശ്യമുള്ള ചിലവുകളെ നോക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ 5,000 SIPയും ഒഴിവ് സമയത്ത് ചിലവാക്കിയ 3,000 എടുക്കത്തില്ല. അപ്പോൾ അനുവിൻ്റെ ആവശ്യങ്ങൾക്കുള്ള ചിലവ് 27,000 ആണ്. അതുകൊണ്ട് 6 മാസത്തെ ചിലവ് കവർ ചെയ്യാൻ അനു 27,000ൻ്റെ 6 ഇരട്ടി, അതായത് 1,62,000 കരുതണം. ഞങ്ങളുടെ ടീം 12 മാസത്തെ എമർജൻസി ഫണ്ടും ഈ ഗൂഗിൾ ഷീറ്റിൽ കണക്കാക്കിയിട്ടുണ്ട്. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാനിപ്പോൾ 6 മാസത്തെ ഫണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒറ്റയടിക്ക് ഇത്ര വലിയ തുക കളക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുറപ്പാണ്. പ്രത്യേകിച്ച് അനുവിന് മാസം 15,000 മാത്രം സേവ് ചെയ്യാൻ കഴിയുള്ളൂ എന്നോർക്കണം. മാത്രമല്ല അനു ഈ 15,000 മുഴുവൻ എമർജൻസി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. അതിൽ അർത്ഥമില്ല. നമ്മുടെ ജീവിതം സ്പ്രെഡ്ഷീറ്റ് അനുസരിച്ചല്ലല്ലോ പോകുന്നത്. പിന്നെ ചിലവ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അനു 10,000 എല്ലാ മാസവും എമർജൻസി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഫണ്ട് ഉണ്ടാക്കാൻ 16 മാസം, ഏകദേശം 1.5 വർഷം വേണ്ടി വരും. അത് സമയം വളരെ കൂടുതലാണ് അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. അനു ഫ്രൈഡേ പാർട്ടീസ് കുറച്ച് സമയത്തേക്ക് നിർത്താനും SIP എമൗണ്ട് പകുതിയാക്കാനും തീരുമാനിച്ചു. അങ്ങനെ 1,500ഉം 2,500 ലാഭിക്കാം. അതായത് ആകെ 4,000 എക്സ്ട്രാ കിട്ടും. അതായത് മാസം തോറും 14,000 എമർജൻസി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 6 മാസത്തെ എമർജൻസി ഫണ്ട് ഉണ്ടാക്കാൻ 12 മാസം സമയം മതിയാകും.
സമയം 1 വർഷത്തിൽ കുറവ് മതി എന്നതുകൊണ്ട് ഇത് നേടാവുന്നൊരു ഗോളായി തോന്നുന്നു. ഈ സമയം ഇനിയും കുറയ്ക്കണോ? ഇന്ത്യയിൽ ഫെസ്റ്റിവൽസും ഗ്യാതറിങ്സും വന്നുകൊണ്ടേയിരിക്കും. അനുവിന് 10,000 ഫെസ്റ്റിവൽ സമയത്ത് പേരൻസിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നും കിട്ടി. കൂടാതെ ജോലിയിലെ നല്ല പെർഫോമൻസിന് 50,000 ബോണസും കിട്ടിയെന്നിരിക്കട്ടെ. ഈ 60,000 ലംസം എമൗണ്ട് എമർജൻസി ഫണ്ടിൽ ഇട്ടാൽ അനുവിന് 1,02,200 മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടൂ. മാസം 14,000 കണക്കാക്കിയാൽ 7 മാസത്തിൽ തീരും. അടിപൊളിയല്ലേ അത്? കുറച്ച് മാസം ഒന്ന് ശ്രമിച്ചാൽ അനുവിൻ്റെ എമർജൻസി ഫണ്ട് 7 മാസത്തിൽ റെഡിയാകും. ഈ ഗൂഗിൾ ഷീറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. ഇതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടാകും. ഈ ഷീറ്റിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കി നിങ്ങളുടെ ഇൻകം എക്സ്പെൻസും അനുസരിച്ച് കാൽക്കുലേഷൻസ് ചെയ്യാം. ഇനി എമർജൻസി ഫണ്ടിൻ്റെ പണം എവിടെ ഇടാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ എമർജൻസി ഫണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, എമർജൻസി ഫണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ആ പണം എപ്പോൾ വേണമെങ്കിലും ആവശ്യം ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ എമർജൻസി ഫണ്ട് എന്തിലിട്ടാലും അത് ലിക്വിഡ് ആയിരിക്കണം. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ചാർജും ഇല്ലാതെ എമൗണ്ട് എടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് PPFും NPSും പോലെയുള്ള ഗവൺമെൻറ് സ്കീമുകൾ ഇതിന് വേണ്ട എന്ന് പറയുന്നത്. കാരണം അതിന് ലോക്കിൻ പീരീഡ് വലുതാണ്. രണ്ടാമത്തെ കാര്യം, ആവശ്യമുള്ളപ്പോൾ ക്യാപിറ്റൽ മുഴുവൻ നമുക്ക് കിട്ടത്തക്ക രീതിയിൽ എമർജൻസി ഫണ്ട് സേഫ് ആയിരിക്കണം. അതായത് സ്റ്റോക്ക്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് തുടങ്ങിയ വോളറ്റൈൽ കാര്യങ്ങളിൽ തുക ഇൻവെസ്റ്റ് ചെയ്യരുത്. മൂന്നാമത്തെ കാര്യം, വോളറ്റിലിറ്റി കുറവും ഹൈലി ലിക്വിഡ് ആകുന്നതിനോടൊപ്പം എമർജൻസി ഫണ്ട് ഇൻഫ്ലേഷനിൽ വളരുകയെങ്കിലും ചെയ്യണം. അതായത് എമർജൻസി ഫണ്ടിൻ്റെ പോസ്റ്റ് ടാക്സ് റിട്ടേൺസ് ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റിനൊപ്പമോ അതിനേക്കാൾ കുറച്ച് മെച്ചത്തിലോ ആയിരിക്കണം. കുറച്ച് മെച്ചമായിരിക്കണം, കാരണം ഏത് ഇൻവെസ്റ്റ്മെൻറ്റിലും വോളറ്റിലിറ്റി കുറവാണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇതുവരെ എല്ലാം ക്ലിയർ ആണോ? എന്ന് ഞാൻ 3 ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് പറയാം. ഒന്നാമത്തെ, സ്വീപ്പിനുള്ള പ്രത്യേക സേവിങ്സ് അക്കൗണ്ട്. നിങ്ങളുടെ എമർജൻസി ഫണ്ട് സൂക്ഷിക്കാൻ ഒരു പ്രത്യേക സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാം. അതിൽ തീരുന്നില്ല, ഒരു നോർമൽ സേവിങ്സ് അക്കൗണ്ട് ആയതിനാൽ അത് ഇൻഫ്ലേഷൻ മാച്ചിങ് റിട്ടേൺസ് തരത്തില്ല. ഈ അക്കൗണ്ട് നിങ്ങൾ സ്വീപ്പിൻ ഫെസിലിറ്റി ആക്ടിവേറ്റ് ചെയ്യണം. ഇതുവഴി ഒരു ത്രെഷ് ഹോൾഡിന് മുകളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏത് സമയത്തും വിഡ്രോ ചെയ്യാവുന്ന ഫ്ലെക്സിബിൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി മാറ്റും. അതായത് നിങ്ങൾക്ക് FDയുടെ റിട്ടേൺസ് കിട്ടും, അതിനോടൊപ്പം സേവിങ്സ് അക്കൗണ്ടിൻ്റെ പ്രയോജനം ഉണ്ടാവും. രണ്ടാമത്തെ ഓപ്ഷനാണ് കോർപ്പറേറ്റ് ഡെറ്റ് ഫണ്ട്സ് അല്ലെങ്കിൽ ബാങ്കിങ് ആൻഡ് PSU ഡെറ്റ് ഫണ്ട്സ്. ഈ 2 ഡെറ്റ് ഫണ്ടുകളും വലിയ കോർപ്പറേറ്റ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലാണ് പ്രധാനമായും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ റിസ്ക് ലോ മുതൽ മോഡറേറ്റ് വരെയാണ്, പക്ഷേ റിട്ടേൺസ് ഇൻഫ്ലേഷനേക്കാൾ മെച്ചമാണ്. അവസാനത്തെ ഓപ്ഷനാണ് ലിക്വിഡ് ഫണ്ട്സ്. ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഏറ്റവും സേഫായി കണക്കാക്കുന്നതാണ് ലിക്വിഡ് ഫണ്ട്സ്. എമർജൻസി ഫണ്ടുകൾക്ക് എക്സ്പേർട്സ് ഇവയാണ് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. കൂടാതെ ഇത് സേവിങ്സ് ബാങ്കിനേക്കാൾ കൂടുതൽ റിട്ടേൺസും തരുന്നു. എന്നാൽ ഓർക്കുക, ഡെറ്റ് ഫണ്ടുകൾ റിഡീം ചെയ്യാൻ 1 മുതൽ 3 വർക്കിംഗ് ഡേയ്സ് വരെ വേണ്ടി വരും. പക്ഷേ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഇൻവെസ്റ്റേഴ്സിന് ATM കാർഡ് ഫെസിലിറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുവഴി ഒരു ഫിക്സ്ഡ് എമൗണ്ട് എന്നും വിഡ്രോ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്. ഇത് മാത്രമല്ല, ഈ 3 ഓപ്ഷൻസിൽ ഒരു കോമ്പിനേഷനും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, കൺസർവേറ്റീവ് ആയ ഒരാൾക്ക് 50% എമർജൻസി ഫണ്ട് സേവിങ്സ് അക്കൗണ്ടിലും 25% ലിക്വിഡ് ഫണ്ടിലും ബാക്കി 25% കോർപ്പറേറ്റ് ഡെറ്റ് ഫണ്ടിലും ഇടാം. എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നത് ഒറ്റത്തവണ പ്രോസസ്സാണ്. നിങ്ങളുടെ മാറുന്ന വരുമാനത്തിനും ചിലവിനും അനുസരിച്ച് വേണ്ട എമർജൻസി ഫണ്ട് വീണ്ടും കണക്കാക്കി അതിനനുസരിച്ച് എമൗണ്ട് കൂട്ടണം. അല്ലെങ്കിൽ നിങ്ങളുടെ 6 മാസം എമർജൻസി ഫണ്ട് പതുക്കെ 12 മാസമായി കൂട്ടാം. ഏറ്റവും പുതിയ ഐഫോണോ സ്മാർട്ട് വാച്ചോ വാങ്ങാൻ നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ചിലത് വേണ്ടെന്ന് വെക്കുക. ജീവിതം എൻജോയ് ചെയ്യാതിരിക്കേണ്ട, പക്ഷെ കുറച്ച് മാസത്തേക്ക് ചിലത് ഒഴിവാക്കിയ പേഴ്സണൽ ഫിനാൻസ് ജേർണിയിൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാം. ഇതോടെ ഇന്നത്തെ വീഡിയോ തീർക്കാം. ഇതിൽ നിന്ന് പുതിയ എന്തെങ്കിലും പ്രാക്ടിക്കൽ അറിവ് നേടിയെന്ന് തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഗ്രോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവഴി നിങ്ങൾക്കായി ഇങ്ങനെയുള്ള കൂടുതൽ മികച്ച വീഡിയോകൾ ഞങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ അഭിപ്രായത്തിൽ എമർജൻസി ഫണ്ടിന് ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഏതാണ്? ഞങ്ങൾ മിസ് ചെയ്ത മറ്റ് ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ കമൻസിൽ പറയൂ. നിങ്ങൾ എത്ര വലിയ എമർജൻസി ഫണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്നും കമൻസിൽ പറയൂ. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനും ഉപദേശമായി എടുക്കാതെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് സ്വയം റിസർച്ച് ചെയ്യാൻ ഓർക്കുക. ഇതുപോലെയുള്ള അറിവ് നേടുന്നതിനും മാർക്കറ്റ് റിലേറ്റഡ് ആയ അപ്ഡേറ്റ്സിനുമായി ഗ്രോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.